അങ്ങനെ AI ക്യാമറയുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. AI ക്യാമറ വഴി കണ്ടെത്തുന്ന മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് അയക്കുന്നത് കെൽട്രോൺ നിർത്തി. ഇതുവരെ നോട്ടീസ് അയച്ചതിന് സർക്കാർ തങ്ങൾക്ക് പണം നൽകിയില്ല എന്ന കാരണം പറഞ്ഞാണ് നോട്ടീസ് അയപ്പ് കെൽട്രോൺ നിർത്തിയത്. പിണറായി വിജയന്റെ മകന്റെ അമ്മായിയച്ഛന് ബന്ധമുള്ള കമ്പനിക്ക് AI ക്യാമറകൾ സ്ഥാപിക്കുവാനുള്ള കച്ചവടം നൽകി ജനങ്ങളെ പിടിച്ചുപറിച്ച് കൊള്ള മുതൽ പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. എന്നാൽ നിയമലംഘനം കുറയ്ക്കുക, നിയമലംഘകരിൽ നിന്നും പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരന് കൊടുക്കുക എന്നതായിരുന്നു AI ക്യാമറകൾ സ്ഥാപിച്ചതിലൂടെ സർക്കാർ നൽകിയ ന്യായീകരണം. അഴിമതി ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച ക്യാമറ പദ്ധതി 10 മാസം പിന്നിടുമ്പോഴും പ്രതിസന്ധിയിൽ തന്നെയാണ്. ജൂൺ 5 പിഴ ഈടാക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രതിമാസം നിയമലംഘനങ്ങൾ 1.5 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 4.5 ലക്ഷം വരെയായി. പ്രതിവർഷം 25 ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെൽട്രോണിന്റെ കരാർ. എന്നാൽ ഏപ്രിൽ ആയപ്പോഴേക്കും തന്നെ ക്യാമറ കണ്ടെത്തിയ ലംഘനങ്ങൾ 25 ലക്ഷം കവിഞ്ഞു. ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് 20 രൂപ വെച്ചെങ്കിലും മിനിമം കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് തീവെട്ടിക്കൊള്ളയുടെ പങ്ക് ചോദിച്ചുകൊണ്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത്. പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെൽട്രോൺ അങ്ങനെ നിർത്തി. ഇപ്പോൾ നിയമലംഘനം കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അംഗീകരിച്ചാൽ മൊബൈലിലേക്ക് ഈ ചെല്ലാൻ മാത്രം അയക്കുകയാണ് കെൽട്രോൺ ചെയ്യുന്നത്. 339 കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. നോട്ടീസ് അയച്ചിട്ടും നിയമലംഘകർ അടച്ചത് 62.5 കോടി മാത്രമാണ്. പക്ഷേ ഇത് എന്നാണെങ്കിലും അടയ്ക്കാതിരിക്കുവാൻ പറ്റില്ല. വണ്ടി വിൽക്കുന്ന സമയത്ത്, പേര് മാറ്റുന്ന സമയത്താണെങ്കിലും അടയ്ക്കാതിരിക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പിഴത്തുക എന്നാണെങ്കിലും സർക്കാരിന് പിരിഞ്ഞു കിട്ടും. സമാനതകളില്ലാത്ത തീവെട്ടിക്കൊള്ളയാണ് AI ക്യാമറ പദ്ധതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 3 കോടിയിലധികം വാഹനങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. ടാർഗറ്റ് കൊടുത്താണ് എല്ലാ വാഹനങ്ങൾക്കും ഇപ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പെറ്റിയിടുന്നത്. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു 20,000 കോടിയെങ്കിലും ഇവർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു. പിഴയടയ്ക്കുവാനുള്ള അറിയിപ്പ് ഓരോരുത്തർക്കും വ്യക്തിപരമായാണ് ലഭിക്കുന്നത് കൊണ്ട് ഇതാരും തമ്മിൽ ഡിസ്കസ് ചെയ്യത്തില്ല, ഈ വിവരങ്ങൾ പുറത്തു വരത്തില്ല. അവർ മിണ്ടാതെ പോയി ഈ പെനാൽറ്റി അടയ്ക്കുകയും ചെയ്യും, ഇവർ വീതം വെക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് AI ക്യാമറകൾ വെച്ചിട്ട് നിയമലംഘനങ്ങൾക്കോ അപകട മരണങ്ങൾക്കോ യാതൊരു കുറവുമില്ല, കൂടുകയാണ് ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചെറിയ തുകയ്ക്ക് സർക്കാരിന് തന്നെ വെക്കാവുന്ന AI ക്യാമറകൾ 100 ഇരട്ടി ഉയർന്ന ചെലവിൽ ഉപകരാർ കൊടുത്ത് ജനങ്ങളെ പിഴിഞ്ഞ് കൊള്ള മുതൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇന്നുവരെ യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് സേഫ് കേരള പദ്ധതിയുടെ പേരിലാണ് പിണറായി വിജയന്റെ മകന്റെ ഭാര്യാപിതാവ് പ്രകാശ് ബാബുവിന് അടുത്ത ബന്ധമുള്ള പ്രിസഡിയോ എന്ന കമ്പനിയെ ഉപയോഗിച്ച് AI ക്യാമറകൾ സ്ഥാപിച്ച് പിഴയിനത്തിൽ പ്രതിദിനം ജനങ്ങളുടെ കയ്യിൽ നിന്നും കോടികൾ പിടിച്ചുപറിക്കാം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പിടിച്ചുപറി പദ്ധതിയാണിപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും 70 കോടിയിൽ താഴെ ചെലവിൽ ക്യാമറകൾ സ്ഥാപിക്കാമെന്നിരിക്കെ 250 പരം കോടി രൂപ മുടക്കിയാണ് നിരത്തുകളിൽ തട്ടിക്കൂട്ടിയ കറക്ക് കമ്പനികളെ ഉപയോഗിച്ച് AI ക്യാമറകൾ എന്ന പേരിൽ ക്യാമറകൾ സ്ഥാപിച്ചത്. യാതൊരു സുതാര്യതയുമില്ലാതെ ജനങ്ങളെ പിടിച്ചുപറിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം വെച്ച് മാത്രം തുടങ്ങിയ ഈ തീവെട്ടിക്കൊള്ള ആദ്യം മുതൽ തന്നെ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സ്വകാര്യ കമ്പനിക്ക് നേരിട്ട് പദ്ധതി കൊടുത്താൽ അത് വിവാദമുണ്ടാക്കും എന്ന് മനസ്സിലായി. അതൊഴിവാക്കുന്നതിനായി ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു ഇൻഫ്രാസ്ട്രക്ചറുമില്ലാത്ത, യാതൊരു പരിചയവുമില്ലാത്ത കെൽട്രോണിനെ മുന്നിൽ നിർത്തിയാണ് ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. AI ക്യാമറ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനി പ്രസാഡിയോയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവ് പ്രകാശ് ബാബുവുമായി ഇടപാടുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കമ്പനി രജിസ്ട്രാർക്ക് സമർപ്പിച്ച ഫിനാൻഷ്യൽ റിപ്പോർട്ടിലാണ് പ്രസാഡിയോയ്ക്ക് പ്രകാശ് ബാബുവുമായുള്ള ഇടപാടുകൾ വ്യക്തമാകുന്നത്. ഈ ആരോപണങ്ങൾക്കെതിരെ പ്രസാഡിയോ കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. യാതൊരു സുതാര്യതയുമില്ലാത്ത ഈ പദ്ധതി സംബന്ധിച്ച രേഖകൾ സർക്കാരിൻ്റെ വെബ്സൈറ്റിലോ ബന്ധപ്പെട്ട വകുപ്പുകളുടെ വെബ്സൈറ്റിലോ ലഭ്യമല്ല. മാർക്കറ്റ് നിരക്കിനേക്കാൾ വളരെ ഉയർന്ന നിരക്കിലാണ് ക്യാമറകൾ വാങ്ങിയത്. കരാർ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നതിലും യാതൊരു സുതാര്യതയും പുലർത്തിയിട്ടില്ല. AI ക്യാമറകൾ ട്രാഫിക് വയലേഷനുകൾ മാത്രമാണ് എടുക്കുന്നതെന്നും മറ്റു വിഷ്വലുകൾ എടുക്കുന്നില്ലെന്നും അത് റെക്കോർഡ് ചെയ്യുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ നിരത്തിലൊരു ആക്സിഡന്റോ ക്രൈമോ നടന്നാൽ യാതൊരു വിഷ്വലുകളും പോലീസിന് റിട്രീവ് ചെയ്യുവാൻ സാധ്യമല്ല എന്ന വിവരം ആദ്യം പുറത്തുവിട്ടത് ITV ന്യൂസ് ആയിരുന്നു. ഇപ്പോഴും ഈ അവസ്ഥ തന്നെ തുടരുകയാണ് എന്ന് ഓർക്കണം. മാർക്കറ്റിൽ അന്താരാഷ്ട്ര കമ്പനികളുടേതടക്കം ഉന്നത നിലവാരമുള്ള നിരവധി
AI ക്യാമറകൾ ഉണ്ടെന്നിരിക്കെ ഭീമമായ നിരക്കിൽ ഗുണനിലവാരം കുറഞ്ഞ ക്യാമറകളുടെ സാമഗ്രികൾ വാങ്ങി അസംബിൾ ചെയ്യുകയാണ് കെൽട്രോൺ ചെയ്തത്. മാർക്കറ്റിൽ ലഭ്യമായുള്ള ബ്രാൻഡഡ് ക്യാമറകൾക്ക് വാറണ്ടിയും മെയിൻ്റനൻസും സൗജന്യമായി അവർ നൽകുമ്പോൾ വീണ്ടും ഇതിനായി ഭീമമായ തുകയാണ് കെൽട്രോൺ അധികമായി കരാറിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇത്രയും തീവട്ടിക്കൊള്ള നടത്തിയിട്ടും ഇതിനെതിരെ യാതൊരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വി.ഡി. സതീശൻ ആദ്യം ഈ വിഷയത്തിൽ വലിയ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയെങ്കിലും ബന്ധപ്പെട്ടവർ കാണേണ്ടതുപോലെ കണ്ടപ്പോൾ ആ പരാതികളും ആവിയായിപ്പോയി. ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി യാതൊരു പരിചയമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത കൺസൾട്ടൻസിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെൽട്രോൺ അത് മുഖ്യന് വേണ്ടപ്പെട്ടവർക്ക് ഉപകരാർ നൽകുകയും ചെയ്തു. ആ കരാർ കമ്പനികളെ തിരഞ്ഞെടുത്തതും മെയിൻ്റനൻസ് അടക്കമുള്ള ജോലികൾ അധികമായി നൽകിയതിലും വൻപിച്ച അഴിമതികൾ നടന്നിട്ടുണ്ട്. ധനവകുപ്പിന്റെ എതിർപ്പുകളെ പോലും മറികടന്നുകൊണ്ടാണ് കെൽട്രോണിനെ ഈ പദ്ധതിയുടെ ചുമതല ഏൽപ്പിച്ചത്. എന്തിന്? അഴിമതി നടത്തുവാൻ. പ്രാഥമികമായി 232 കോടി രൂപയ്ക്ക് പദ്ധതി നടത്തിപ്പിനായി ഗതാഗത വകുപ്പ് കെൽട്രോണുമായി ഒരു കരാറുണ്ടാക്കുകയും തുടർന്ന് കെൽട്രോൺ ഈ പദ്ധതിയുടെ കരാർ SRIT എന്ന ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് 151 കോടി രൂപയ്ക്ക് ഉപകരാർ നൽകുകയും ചെയ്തു. SRIT എന്ന കടലാസ് കമ്പനി കരാർ ലഭിച്ചതിനെ തുടർന്ന് അവർ തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള ലൈറ്റ് മാസ്റ്റർ ലൈറ്റനിങ് ഇന്ത്യ ലിമിറ്റഡ്, കോഴിക്കോട് മലാപ്പറമ്പിലുള്ള പ്രസാഡിയോ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുമായി ചേർന്ന് ഒരു കൺസോർഷ്യത്തിന് രൂപം നൽകുകയും ചെയ്തു. ഇതിൽ നിന്നും SRIT എന്ന സ്ഥാപനത്തിന് സ്വന്തമായി ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇല്ല എന്ന് വ്യക്തമാക്കുന്നു. ഇങ്ങനെ യാതൊരു സാങ്കേതിക പരിജ്ഞാനവും ഇല്ലാത്ത കമ്പനിക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു കരാർ ലഭിച്ചത് എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. ജനങ്ങളെ പ്രതിദിനം നിരത്തിൽ പിടിച്ചു പറിക്കുന്ന ഈ തീവട്ടിക്കൊള്ളയ്ക്കെതിരെ പ്രതിപക്ഷം പോലും ഇപ്പോൾ മിണ്ടുന്നില്ല എന്നതാണ് ഏറ്റവും ഖേദകരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.